ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെയുള്ള സൈനികതല ചർച്ചയ്ക്കുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളുടെയും DGMOമാർ പങ്കെടുക്കും. സംഘർഷഭരിതമായ ദിവസങ്ങൾക്കു ശേഷം താഴ്വര സമാധാനപൂർണ്ണവുമാണ്. മനീഷ് ഐഷ മാത്യുവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ DGMO തല ചർച്ച അന്നു തന്നെ പറഞ്ഞതാണ്, വെടിനിർത്തൽ നിലവിൽ വന്ന അന്നു തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ ദിവസം തന്നെ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ അതിർത്തികളിലേക്ക് അവർ ഈ ഡ്രോണുകളും മറ്റ് മിസൈൽ വർഷമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ ദിവസം അതിനുശേഷം പിന്നീട് DGMO തലത്തിൽ പ്രതിഷേധം അറിയിച്ചു. പിന്നീടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നിഷേധാത്മക നിലപാട് പലവട്ടമുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ DGMO തല ചർച്ച അത് ഈ സംശയത്തിനിടയില്ലാത്ത രീതിയിൽ നടക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കുമോ? അതൊന്ന്. മറ്റൊന്ന്, അതിർത്തികളിലെ സാഹചര്യമാണ് മനീഷ്. ഇപ്പോൾ എങ്ങനെയാണ്? കാരണം നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ അതിർത്തികളൊക്കെ ശാന്തമായി ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ ഈ സമയം വരെ ശാന്തമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണോ സാഹചര്യം? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതിർത്തിയിൽ സമാധാനമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ ഇന്ന് 12 മണിക്ക് ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്നലെ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ നേതാക്കന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു വെടിനിർത്തൽ കരാറിലെത്തുകയും പക്ഷേ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന 2 മണിക്കൂറിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് അത്തരത്തിലൊരു ലംഘനം ഉണ്ടാവുകയും തുടർന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്തു. മാത്രമല്ല ഇന്നലെ പുലർച്ചെ വരെ അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ സംയുക്ത വാർത്താ സമ്മേളനം സേനാ മേധാവികൾ നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ സിന്ദൂർ ഓപ്പറേഷന്റെ കൃത്യമായ വിശദീകരണത്തിനോടൊപ്പം തന്നെ പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയാണ് പത്രസമ്മേളനം അവസാനിച്ചത്. ആ പത്രസമ്മേളനത്തിനൊടുവിൽ ഇന്ത്യൻ സേന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് രാത്രി എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് നോക്കട്ടെ, അതിനുശേഷം ഏത് തരത്തിൽ വേണം തിരിച്ചടി എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇന്ന് 12 മണിക്ക് DGMO തലത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാകുമെന്നുള്ള കാര്യവും സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ആ സ്ഥിരീകരണം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതായത് ഇന്ന് 12 മണിക്ക് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ചർച്ച തീർച്ചയായും ഉണ്ടാകും. അതിൽ പ്രധാനമായും ചർച്ചയാവുക ഈ വെടിനിർത്തൽ ഒരു രേഖ ഉണ്ടാക്കിയതിന് ശേഷം അതായത് പാകിസ്ഥാനാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ നടത്തണമെന്നുള്ള അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആവശ്യം പരിഗണിച്ച് ഇന്ത്യ അത്തരത്തിലൊരു വെടിനിർത്തൽ അംഗീകാരം നൽകുകയും വെടിനിർത്തലേക്ക് കടക്കുകയും ചെയ്തതിന് ശേഷവും അതിൻ്റെ 2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന വീണ്ടും ഒരു ലംഘനം ഉണ്ടായതോടെ അതിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതടക്കം ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ ഇന്ത്യൻ സേന വ്യക്തമാക്കിയത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് ഇനി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സേനാ മേധാവികൾ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ശക്തമായ താക്കീതാണ് ഇന്നലെ പാകിസ്ഥാൻ നൽകിയത്. ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്നതൊക്കെ ഈ രാത്രി സമയങ്ങളിലാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകണമെന്നുള്ളതായിരുന്നു സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന നിർദ്ദേശം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം അതിർത്തി സേനാ അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി സംബന്ധിച്ചുണ്ടായിരുന്ന ചില അഭ്യൂഹങ്ങൾക്ക് കൃത്യമായ മറുപടിയും ഇന്നലെ നൽകി. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ സിവിലിയൻസിനാണ് പരിക്കേറ്റതെന്നും സിവിലിയൻസ് കൊല്ലപ്പെടുകയും ചെയ്തെന്നും അടക്കമുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇന്നലെ സേന മറുപടി നൽകിയത് കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ്. സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം വാർത്താ സമ്മേളനത്തിൽ നൽകിയാണ് ആ സേന അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മുനയൊടിച്ചത്. പ്രത്യേകിച്ച് ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്, അവിടെ ഏത് തരത്തിലേക്കുള്ള നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാന് അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് ഇന്ത്യ വരുത്തിവെച്ചത് അടക്കമുള്ളതിനുള്ള വ്യക്തമായ തെളിവുകളടക്കം നൽകിയായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ ആരോപണങ്ങൾക്ക് ഇന്ത്യക്ക് മറുപടി നൽകാനായി. മാത്രമല്ല അതിനുശേഷം നടന്ന പാകിസ്ഥാന്റെ പ്രകോപനപരമായ കാരണം പാകിസ്ഥാൻ ഉന്നയിച്ച പല ആരോപണങ്ങൾ, പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ എല്ലാത്തിൻ്റെയും മുനയൊടിക്കുന്നതായിരുന്നു ഇന്നലെ DGMOമാരൊക്കെ നടത്തിയ ഈ സൈനിക തലത്തിൽ വന്ന വാർത്താ സമ്മേളനവും ഒക്കെ. ഈ മനീഷ്, അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നമുക്ക് അറിയുന്നത് പോലെ ജമ്മുവിലൊക്കെ ഒരു 10-20ഓളം ഇടങ്ങളിൽ NIAയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇന്ന് സമാനമായി എവിടെയെങ്കിലുമൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ടോ?
സേതു, അതിർത്തിയിൽ ശക്തമായ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ്. ഈ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് NIA ഭാഗത്തു നിന്ന് റെയ്ഡ് അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങളായതുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നും ഈ പാകിസ്ഥാൻ നിലവിലിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിർത്തിയിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് നിലവിലുള്ളതെങ്കിലും ഇന്ത്യയുടെ ശക്തമായ കരുതൽ അതിപ്പോഴും തുടരുകയാണ്. അതിർത്തിയിലെല്ലാം തന്നെ ശക്തമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സേനയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. എപ്പോഴും ഒരു ആക്രമണം കരുതിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ സേനയ്ക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അതനുസരിച്ച് തന്നെ അതിർത്തിയിൽ ഇപ്പോഴും ആ ഒരു സുരക്ഷ തുടരുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് സമാധാനമുള്ളൊരു കാര്യം. ഇന്നലെ രാത്രി മുതൽ സൈനിക തല വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം ഇന്നലെ രാത്രി മുതൽ തന്നെ അന്തരീക്ഷം ശാന്തമാണ്. ഇന്ന് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഈ നിന്ന് കഴിഞ്ഞാലും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ കെടുതികൾ അതെല്ലാം മാറി വരുന്നൊരു സമയമാണ്. വീടുകളൊക്കെ തകർന്നിട്ടുണ്ട്, പല വീടുകളും തകർന്നിട്ടുണ്ട്. പല ജനവാസ മേഖലകളിലുമൊക്കെ ഈ ഡ്രോണുകളൊക്കെ പതിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അന്വേഷണത്തിൻ്റെ സമയമാണ്. പല പല വിവാദങ്ങൾക്ക് മറുപടി വരേണ്ട സമയമാണ്. ഇപ്പോൾ ഇതിനകം തന്നെ കോൺഗ്രസ് പ്രതിപക്ഷമൊക്കെ പല വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വരേണ്ട സമയം. ഇതിനൊക്കെ പുറമെയാണ് ഈ ഇവാക്യുവേഷൻ നടപടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇവരെയൊക്കെ തിരിച്ച് എത്തിക്കണം, ഈ വീടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പുനർനിർമ്മിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവും ഇനി വരും ദിവസങ്ങളിൽ. ഒപ്പം തന്നെ ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് നടക്കുന്ന DGMO തല ചർച്ച. ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ അത് തന്നെയായിരിക്കും.